ഹലോ ഗൈസ്, എൻ്റെ പല വീഡിയോയിലും ഞാൻ നാഷണലിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ സംഖ്യയാണെന്ന് പറയാൻ നാണക്കേടായതുകൊണ്ടാണ് നാഷണലിസ്റ്റത്തെ കൂട്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പലരും വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നാഷണലിസം എന്ന ഐഡിയോളജിക്ക് നിലനിൽക്കാൻ ഒരു പാർട്ടിയും കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നാഷണലിസത്തെ അനുകൂലിക്കുന്ന വ്യക്തിയെയും പ്രസ്ഥാനങ്ങളെയും ഞാൻ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. നേരെ മറിച്ച് ദേശീയതയും നമ്മുടെ രാജ്യത്തെയും എതിർക്കുന്നത് പ്രധാനമന്ത്രിയാണെങ്കിൽ കൂടെ ഞാൻ ആൾക്കെതിരെയുള്ള എൻ്റെ പ്രതിഷേധം അറിയിക്കും. ഉദാഹരണമായി വന്ദേമാതരത്തെ പറ്റിയുള്ള വിവാദം തന്നെ നോക്കാം. വന്ദേമാതരം എന്നത് ഏതൊരു നാഷണലിസ്റ്റിനെ സംബന്ധിച്ചും പ്രഥമ പരിഗണന അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ ഇതുവരെ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നതെന്നും നമുക്കറിയാം. ഇന്നലെ കേരള നിയമസഭയിൽ ചാത്തന്നൂർ MLA BB ഗോപകുമാർ പറഞ്ഞ വാക്കുകൾ ആസ് എ നാഷണലിസ്റ്റ് ഞാൻ കേരള സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. വന്ദേ മാതരത്തിൽ എവിടെയാണ് വർഗീയതയും അപരമതദ്വേഷവും? ദുർഗയോട് ഉപമിക്കുന്ന ശത്രു സംഹാര ശേഷിയും സരസ്വതിയോട് ഉപമിക്കുന്ന അറിവും ലക്ഷ്മിയോട് ഉപമിക്കുന്ന ഐശ്വര്യവും വിളങ്ങുന്ന എന്റെ മാതൃരാജ്യത്തിന് എന്റെ വന്ദനം. എന്റെ മാതൃരാജ്യത്തെ ഞാൻ വന്ദിക്കുന്നു എന്ന് പറയുന്ന വരികളിൽ മതം തിരികുന്നവർ റിയൽ വർഗീയവാദികളും ദേശദ്രോഹികളും തന്നെയാണ്. ദുർഗ എന്നും സരസ്വതി എന്നും ലക്ഷ്മി എന്നുമുള്ള ഉപമകൾ അഥവാ മെറ്റഫേഴ്സ് ഒരു സാഹിത്യ രചന എന്ന നിലയിലുള്ള വന്ദേമാതരത്തിന്റെ സൗന്ദര്യത്തെ നമ്മുടെ ദേശീയതയുമായി ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. വന്ദേമാതരത്തെ വർഗീയമെന്ന് കാടടച്ച് എതിർക്കുന്ന എത്ര പേർക്ക് അതിലെ വരികൾ കൃത്യമായിട്ട് അർത്ഥസഹിതം അറിയാം? സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഏതോ മതഭ്രാന്തരായ ദേശദ്രോഹികൾ അതിനെ എതിർത്തു എന്നുള്ളത് ഇപ്പോഴും അതിനെ എതിർക്കാനുള്ള കാരണമായി കൊണ്ടു നടക്കുന്നവരെ പറ്റി എന്താ പറയാ? എനിക്കോ എന്നെ പോലെ ഈ നാടിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന മറ്റ് നാഷണലിസ്റ്റുകൾക്കോ ഇന്നലെ നിയമസഭയിൽ BB ഗോപകുമാർ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് പറയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നേരെ മറിച്ച് ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ഓൺ ബിഹാഫ് ഓഫ് മൈസെൽഫ് ആൻഡ് എവറി അതർ പ്രൗഡ് ഇന്ത്യൻ നാഷണലിസ്റ്റ് ഐ ഓഫർ മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു റെസ്പെക്റ്റഡ് MLA ഓഫ് ചാത്തന്നൂർ ആൻഡ് ഒബ്വിയസ്ലി ദ പീപ്പിൾ ഓഫ് ചാത്തന്നൂർ ഹു ഹാഡ് വോട്ടഡ് ഫോർ ഹിം. തെക്കൻ കേരളത്തിലെ കുറച്ച് മലയാളികൾ മാത്രം അറിഞ്ഞിരുന്ന ചാത്തന്നൂർ എന്ന ചെറിയ പ്രദേശത്തെ രാഷ്ട്രീയ കേരളത്തിന്റെ സംസാര വിഷയമാക്കിയ എല്ലാ പ്രബുദ്ധരായ ചാത്തന്നൂർക്കാർക്കും എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇതുപോലെ ഇനിയും ദേശീയത സംസാരിക്കുന്ന MLA ഉണ്ടാവുകയാണെങ്കിൽ പാർട്ടി പ്രാദേശിക ഭേദമന്യേ അവരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നതായിരിക്കും. LDFലെ MLAമാർക്കും UDFലെ MLAമാർക്കും ഇതൊരു സുവർണാവസരമാണ്. നിങ്ങളും ദേശീയത സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനായി ഞാൻ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി പറയാൻ. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ദേശീയതയുടെയും പാർട്ടി അടിമത്തത്തിന്റെയും വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ചാത്തന്നൂർ MLAക്കും ചാത്തന്നൂരിലെ ജനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.